ഹലോ ഗുഡൻ ടാഗ് നെട്ടണ്ട അതിൻ്റെ അർത്ഥം ഹലോ ഗുഡ് ഡേ അത്രയേ ഉള്ളൂ. ഇത് ജർമ്മനിയിലെ ഒരു ഗ്രീറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ലടാ, ജർമ്മൻ പഠിക്കാൻ തന്നെ. ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ടുണ്ട് ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ജർമ്മനി എത്തിയിട്ടില്ല. ഞാൻ +2 കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 10 മന്ത് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് യൂട്യൂബിൽ കയറി എങ്ങനെയാണ് ജർമ്മൻ വേർഡ്സും എങ്ങനെയാണ് ജർമ്മൻ പഠിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടത് മൊത്തം ABCDയും 1 2 3 പിന്നെ ചെറിയ ചെറിയ കുട്ടി കുട്ടി വേർഡ്സൊക്കെയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലെല്ലാം പൊട്ടാതിരിക്കുമോ, അത്രയല്ലേ ഉള്ളൂ. ഇത്രയും നാളും സയൻസ് എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇത്രയും സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഇനി പഠിക്കാൻ പോകുന്നതും. പഠിച്ചു കഴിഞ്ഞ് ജർമ്മനി പോയി അടിച്ച് പൊളിക്കാമല്ലോ എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഇതങ്ങനെയൊന്നും അല്ലയെന്ന്. കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ജർമ്മൻ പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കുമെന്ന്. പക്ഷേ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഇംഗ്ലീഷും പോയി ജർമ്മനും പോയി. ഇതിപ്പോൾ രണ്ടും ഇല്ലാത്ത അവസ്ഥയാണ്. A1 to B1 ആണ് ഫുൾ ഗ്രാമർ ഉള്ളത്. അത് പഠിച്ചാലേ നമുക്ക് B2 പഠിക്കാൻ പറ്റത്തുള്ളൂ. A1 to B1 വരെയുള്ള ഗ്രാമറിൻ്റെ കുറച്ച് ഹയർ വേർഷനാണ് നമുക്ക് B2 പഠിക്കാനുള്ളത്. A1 to B1 ബേസിക് ഗ്രാമർ ഉണ്ടെങ്കിലേ നമുക്ക് B2 പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. അത് മനസ്സിലാക്കാൻ എനിക്ക് B2 വരെ എത്തേണ്ടി വന്നു. B2 എത്തിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് വീണ്ടും A1 to B1 റിവേഴ്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ B2 ക്ലാസ് കഴിഞ്ഞു. പിന്നെ എക്സാം എഴുതാനായിട്ട് ഉള്ള പ്രിപ്പറേഷൻസായി. എക്സാം എഴുതിയ കാര്യം എന്ന് പറയണ്ട, അതിന് വേറൊരു വ്ളോഗ് തന്നെ വേണ്ടി വരും. ഇപ്പോൾ വീട്ടിലിരുന്നാണ് പഠിത്തം. അതായത് എക്സാം റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും എക്സാം റിലവൻ്റ് ആയിട്ടുള്ള ഗ്രാമേഴ്സും എല്ലാം റിവേഴ്സ് ചെയ്ത് പഠിക്കുകയാണ് ഇപ്പോഴത്തെ എൻ്റെ പണിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ജർമ്മൻ പഠിക്കുന്നത് ഇഷ്ടമാണ്. ഞാൻ ഇതിപ്പോൾ എൻജോയ് ചെയ്താണ് പഠിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ഫ്രണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഗെനറ്റീവ് പഠിക്കുക എന്നാണ്. ഈ ഗെനറ്റീവ് എന്ന് വെച്ചാൽ ഗ്രാമാറ്റിക്കലി ഉള്ള കേസസ് ആണ്. ഇതേപോലെ വേറെ 3 കൂടി ഉണ്ട്. ഇത് ജർമ്മൻ അറിയുന്നുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കുന്നത് ഗെനറ്റീവിലെ ഫ്രേസസും പ്രൊപ്പോസിഷൻസും അതിൻ്റെ ആർട്ടിക്കിൾസും ഒക്കെയാണ്. അങ്ങനെ അതെല്ലാം കൂടി ഒരു 1 hour ഞാൻ പഠിച്ചു തീർത്തു. എൻ്റെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.